അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മിൽ സദാ വർഷിക്കുമാറാവട്ടെ. റമളാനിൻ്റെ നന്മകൾ പരമാവധി നേടിയെടുക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. സൂറത്തുൽ ജാസിയ ഖുർആനിലെ 45-ാം അധ്യായം, 37 സൂക്തങ്ങളാണ്. ഏകദൈവവിശ്വാസം, പരലോകം എന്നീ രണ്ട് അടിസ്ഥാന കാര്യങ്ങളാണ് ഈ അധ്യായത്തിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് 1 മുതൽ 6 വരെയുള്ള സൂക്തങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. പരമകാരുണികനും കരുണാവാരിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ തുടങ്ങുന്നു. ഹാമീം. കേവലമായ 2 അക്ഷരങ്ങൾ കൊണ്ടാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. യാ സീൻ, അലിഫ് ലാം റാ, അലിഫ് ലാം മീം, കാഫ് ഹ യാ ഐൻ സ്വാദ്. കേവലാക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന 29 അധ്യായങ്ങൾ ഖുർആനിലുണ്ട്. ഹാമീം എന്ന 2 അക്ഷരം കൊണ്ട് തുടങ്ങുന്ന 7 അധ്യായങ്ങളുണ്ട് എന്ന് ആമുഖത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേവലാക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന ഈ ആയത്തുകളുടെ അർത്ഥവും ആശയവും എന്താണ് എന്നതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ അസ്വസ്ഥപ്പെടേണ്ടതില്ല. ഖുർആനിൻ്റെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്ന മക്കയിലെ അവിശ്വാസികളായ ആളുകൾ 2 അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന അല്ലെങ്കിൽ 3 അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന എന്തൊരു വേദമാണിത് എന്നൊന്നും ചോദിച്ച് പ്രവാചകനെ കളിയാക്കുകയോ പ്രവാചകനെ ആക്ഷേപിക്കുകയോ ചെയ്തതായിട്ട് നമുക്കെവിടെയും കാണാൻ കഴിയില്ല. മാത്രവുമല്ല, അള്ളാഹു ഖുർആനിലൂടെ നൽകുന്ന എല്ലാ കാര്യങ്ങളുടെയും പരിപൂർണമായ ആശയം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നുമില്ല. അതുപോലെ ഒന്നാണ് കേവലാക്ഷരങ്ങൾ. കേവലാക്ഷരങ്ങളുടെ ആശയത്തെക്കുറിച്ച് ചിന്തിക്കുകയും തർക്കിക്കുകയും ചെയ്യുക എന്നതിനപ്പുറം ഖുർആനിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന അടിസ്ഥാന വിഷയങ്ങളെക്കുറിച്ച് ആലോചിക്കുക എന്നതാണ് നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട്. ഹാമീം കൊണ്ട് ആരംഭിക്കുന്ന അധ്യായങ്ങൾക്ക് ഹവാമീം സൂറത്തുകൾ എന്ന് മുഫസ്സിറുകൾ നാമകരണം നൽകിയിട്ടുണ്ട്. തുടർന്ന് അള്ളാഹു പറയുന്നു, തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ ഹക്കീം. തൻസീലുൽ കിതാബ്, ഈ വേദഗ്രന്ഥത്തിൻ്റെ അവതരണം. തൻസീൽ എന്നാൽ പടിപടിയായി, ഘട്ടം ഘട്ടമായി ഇറക്കുക എന്നതാണ്. ഈ വേദഗ്രന്ഥത്തെ ഘട്ടം ഘട്ടമായി നാം ഇറക്കിയിരിക്കുന്നു. അള്ളാഹു പറയാം, മിനല്ലാഹിൽ അസീസിൽ ഹക്കീം. മിനല്ലാ, അള്ളാഹുവിൽ നിന്ന്. അൽ അസീസ്, അവൻ അജയ്യനാണ്. അൽ ഹക്കീം, അവൻ അഭിജ്ഞനുമാണ്, യുക്തിജ്ഞനുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അപസ്മാരം സംഭവിച്ചതാണ്, ഭ്രാന്ത് വന്നു, അതല്ലെങ്കിൽ മരണം സംഭവിച്ചു പോയി, എന്തൊക്കെയോ അവിടെ നിന്നും ഇവിടെ നിന്നും കെട്ടുകഥകൾ പറയുകയാണ്, ആരൊക്കെയോ പ്രവാചകന് ചിലത് പറഞ്ഞു കൊടുക്കുന്നു, അതിവിടെ വന്ന് പുലമ്പുകയാണ് എന്നുള്ള പല രീതിയിൽ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു വ്യക്തി വന്ന് എന്തെങ്കിലും പറയുന്നു, അതങ്ങനെ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ അവരോട് കൃത്യമായി പറയുന്നു, പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് നൽകുന്ന ഈ നിർദ്ദേശങ്ങൾ വിശുദ്ധ ഖുർആനിൻ്റെ നിർദ്ദേശങ്ങളാണ്. അത് അവതരിപ്പിക്കുന്നത് നിങ്ങളുടെ നാഥനാണ്. അവൻ അജയ്യനും അഭിജ്ഞനുമാണ്. അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 വിശേഷണങ്ങളാണ് അൽ അസീസ്, അൽ ഹക്കീം. അസ്മാഉൽ ഹുസ്ന 99 വിശേഷനാമങ്ങൾ അള്ളാഹുവിനുണ്ട്. ഏറ്റവും കൂടുതൽ ഖുർആനിൽ പറഞ്ഞത് റഹ്മാൻ, റഹീം എന്ന വാക്കുകളാണ്. പിന്നീട് ധാരാളമായിട്ട് വന്നിട്ടുള്ള 2 പദങ്ങളാണ് അൽ അസീസ്, അൽ ഹക്കീം എന്നത്. ഈ അധ്യായത്തിൻ്റെ അവസാനവും ഇതേ 2 വിശേഷണങ്ങൾ കൊണ്ടാണ് സൂക്തങ്ങൾ പൂർണ്ണമാകുന്നത്. അൽ അസീസ്, അജയ്യൻ എന്നത് നിങ്ങൾക്ക് ആർക്കും തകർക്കാൻ പറ്റാത്ത ശക്തിയാണ് അള്ളാഹുവിൻ്റെ ശക്തി. നിങ്ങളുടെ എല്ലാവരുടെയും എല്ലാ കഴിവുകൾക്കും മീതെയാണ് അള്ളാഹുവിൻ്റെ കഴിവ്. അൽ ഹക്കീം, യുക്തിമാനാണ്. മനുഷ്യർ ചെയ്യുന്ന, നിർദ്ദേശിക്കുന്ന, ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും അബദ്ധങ്ങൾ സംഭവിക്കാറുണ്ട്. അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളിൽ എവിടെയും അബദ്ധങ്ങൾ സംഭവിച്ചിട്ടില്ല. മനുഷ്യജീവിതത്തിന് ദ്രോഹമാകുന്ന ഒരു നടപടിക്രമവും ഇന്നേ വരെ
അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇന്ന ഫിസ് സമാവാത്തി വല്ലർളി ലായാത്തിൽ ലിൽ മുഖ്മിനീൻ, ഇന്ന തീർച്ചയായും ഫിസ് സമാവാത്തി ആകാശങ്ങളിൽ വല്ലർളി ഭൂമിയിൽ, ല ആയാത്തിൽ ലിൽ മുഖ്മിനീൻ വിശ്വാസികളായ ആളുകൾക്ക് കൃത്യമായ ചില ദൃഷ്ടാന്തങ്ങളുണ്ട്. ആയത്ത് എന്നത് 3 രീതിയിൽ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന് ഖുർആനിലെ സൂക്തങ്ങൾ എന്നത് തന്നെയാണ്. മറ്റൊന്ന് പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളാണ്. മൂന്നാമതൊന്ന് പ്രവാചകന്മാർക്ക് നൽകുന്ന മോഴ്ജിസത്തുകളെ കുറിക്കാനും അമാനുഷിക ദൃഷ്ടാന്തങ്ങളെ സൂചിപ്പിക്കാനും ആയത്ത് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. ഈ ആമുഖ ഭാഷണത്തിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രപഞ്ചത്തിലെ ചില കാര്യങ്ങൾ ഉണർത്തുകയാണ്. ആകാശവും ഭൂമിയും വലിയ അത്ഭുതങ്ങളാണ്. നിങ്ങൾക്ക് മുമ്പിൽ കാണുന്ന ഇത്തരം ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ആകാശവും ഭൂമിയും 2 ഗ്രഹങ്ങൾ, ആ ഗ്രഹങ്ങളുടെ കൃത്യമായ നിയന്ത്രണം അള്ളാഹുവിൻ്റെ അടുക്കൽ മാത്രമാണ്. അള്ളാഹുവിനെ കൂടാതെ ഇതര ദൈവങ്ങളെ വിശ്വസിക്കണം, സ്വീകരിക്കണം എന്നതായിരുന്നു അവരുടെ പല തർക്കങ്ങളുടെയും അടിസ്ഥാന കാരണം. അള്ളാഹു അല്ലാതെ ദൈവമോ ആരാധ്യനോ ഏതുമില്ല എന്നതാണല്ലോ ഖുർആനിൻ്റെ അധ്യാപനം. അതുകൊണ്ട് ഇവിടെ ദൃഷ്ടാന്തങ്ങൾ കൊണ്ടുള്ള ഉദ്ദേശം തൗഹീദ് സത്യമാണെന്നും ഷിർക്ക് മിഥ്യയാണെന്നും സാക്ഷ്യപ്പെടുത്തുന്ന ദൃഷ്ടാന്തങ്ങളാണ്. പിന്നീട് ഈ ദൃഷ്ടാന്തങ്ങൾ വിശ്വാസികൾക്ക് പ്രയോജനപ്പെടുന്നു എന്ന് പറഞ്ഞതിൻ്റെ ആശയം, ഒരു കാര്യം കണ്ട് മനസ്സിലാക്കി അതിൽ വിശ്വസിക്കാൻ തയ്യാറുള്ളവർക്കാണ് അതിൻ്റെ പ്രയോജനം ലഭിക്കുക. കാലികളെപ്പോലെ ചിന്തിക്കാൻ ബുദ്ധിയില്ലാത്ത ആളുകൾക്ക് അത് പ്രയോജനം ചെയ്തു കൊള്ളണമെന്നില്ല. കണ്ണുണ്ട് കാണുന്നില്ല, കാതുണ്ട് കേൾക്കുന്നില്ല, ബുദ്ധിയുണ്ട് ചിന്തിക്കുന്നില്ല. അഥവാ ഒരു അന്ധനെ സംബന്ധിച്ചിടത്തോളം ഒരു പൂവിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച്, ശോഭയെക്കുറിച്ച് അദ്ദേഹത്തോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കണ്ണടച്ച് ഇരുട്ടാക്കുക എന്ന് നമ്മൾ പറയാറുണ്ട്. അള്ളാഹുവിനെക്കുറിച്ചും അള്ളാഹുവിൻ്റെ പ്രപഞ്ചത്തെക്കുറിച്ചും സൂര്യനെക്കുറിച്ചും ചന്ദ്രനെക്കുറിച്ചും അതിലെ മഹത്തായ അനുഗ്രഹങ്ങളെക്കുറിച്ചും ചിന്തിക്കാൻ തയ്യാറില്ലാത്ത ആളുകൾക്ക് മുമ്പിൽ അത് ആയത്തായി മാറുന്നില്ല. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഫീ ഖൽഖികും വമാ യബ്സു മിൻ ദാബത്തിൻ ആയാത്തുൽ ലിഖൗമി യൂഖിനൂൻ. വഫീ ഖൽഖികും, നിങ്ങളുടെ സൃഷ്ടിയിൽ തന്നെ ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. വമാ യബ്സു, അള്ളാഹു ഭൂമിയിൽ പരത്തിക്കൊണ്ടിരിക്കുന്നു, മിൻ ദാബത്തിൻ ജീവജാലങ്ങൾ, ആയാത്തുൽ ലിഖൗമി യൂഖിനൂൻ ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. ആയത്ത് എന്നതിൻ്റെ ബഹുവചനമാണ്, ജംആണ് ആയാത്ത്. ലിഖൗമി യൂഖിനൂൻ ദൃഢവിശ്വാസികളായ ജനങ്ങൾക്ക്. അപ്പോൾ നിങ്ങളുടെ സൃഷ്ടിപ്പിൽ മനുഷ്യൻ അവൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. എത്ര അത്ഭുതമാണ്! സോഷ്യൽ മീഡിയ ലോകത്ത് ആധുനിക സാങ്കേതിക വിദ്യകളൊക്കെ നമ്മുടെ മുമ്പിൽ സുലഭമായ ഒരു സാഹചര്യത്തിൽ മനുഷ്യൻ്റെ ശരീരത്തിനകത്തെ വ്യവസ്ഥാപിതമായ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഒരു വീഡിയോ നമ്മൾ കണ്ടാൽ, ആ സംവിധാനത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചാൽ എത്ര അത്ഭുതമാണ്! മനുഷ്യൻ്റെ വയറുഭാഗം, അതിൽ നിന്ന് ഓരോ പാർട്ടുകൾ ഇങ്ങനെ എടുത്തു മാറ്റി അതിൻ്റെ അത്ഭുതകരമായുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്ന ധാരാളം വീഡിയോകളുണ്ട്. ഇതൊക്കെ കേവലം പ്രകൃതിയാ സംഭവിക്കുന്ന ഒരത്ഭുതമാണോ? അല്ല. അതിൻ്റെ പിന്നിൽ കൃത്യമായ ഒരു ശക്തിയുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, അത് എത്രമാത്രം പ്രവർത്തനങ്ങൾ നടക്കുന്നു, അതിൽ നിന്നുള്ള ഊർജം ശരീരത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് പ്രസരണം ചെയ്യുന്നു. അതിൽ നിന്ന് വേസ്റ്റായ ഭാഗം സ്വാഭാവികമായിട്ടും പുറത്തു പോകുന്നു. മനുഷ്യൻ്റെ രക്തം, മനുഷ്യൻ്റെ കണ്ണ്, മനുഷ്യൻ്റെ കൈവിരലുകൾ, മനുഷ്യൻ്റെ തലമുടി, എല്ലാം അത്ഭുതമാണ്. എല്ലാവർക്കും ഒരുപോലെയാണോ? അല്ല, വ്യത്യസ്തങ്ങളാണ്. മനുഷ്യൻ്റെ തലമുടി, കോടിക്കണക്കിന് തലമുടികൾ. മനുഷ്യരുടെ രക്തം, എല്ലാവരുടെയും രക്തത്തിൻ്റെ നിറമൊന്നാണ്, പക്ഷേ എല്ലാ രക്തവും വ്യത്യസ്തമാണ്. കണ്ണിൻ്റെ കാഴ്ച വ്യത്യസ്തമാണ്. കണ്ണ് എല്ലാവരുടെയും ഏകദേശം ഒരുപോലെ വലിപ്പമുള്ളതാണ്, എന്നാൽ അതിനുള്ളിലെ ലെൻസ് എല്ലാം വ്യത്യസ്തമാണ്. ഒരു കൈവിരലുകൾക്കിടയിൽ അഥവാ കൈവിരലിൻ്റെ മുൻഭാഗത്ത് എത്രമാത്രം ചിത്രങ്ങൾ വരയ്ക്കാൻ കഴിയും? അതിന് പരിമിതിയുണ്ട് മനുഷ്യന്. എന്നാൽ ലോകത്ത് നിന്ന് ജീവിക്കുന്ന 800 കോടി മനുഷ്യരുടെ എല്ലാവരുടെയും കൈവിരലുകൾ വ്യത്യസ്തമാണ്, അതിൻ്റെ അടയാളങ്ങൾ വ്യത്യസ്തമാണ്.
നിങ്ങളുടെ സൃഷ്ടിപ്പിൽ നിങ്ങൾ ആലോചിച്ചാൽ നിങ്ങൾക്ക് വലിയ ദൃഷ്ടാന്തങ്ങളുണ്ട്. ഒമായുബുസ്തുമിൻ ദാബത്തിൻ, ഭൂമിയിൽ അവൻ പരത്തിയ ജീവജാലങ്ങളിലും. എത്രമാത്രം കോടാനുകോടി മനുഷ്യർക്ക് മുമ്പ്, ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ ഭൂമിയിൽ ജീവജാലങ്ങളുണ്ട്. ഇപ്പോഴും ധാരാളക്കണക്കിന് ജീവജാലങ്ങളുണ്ട്. എല്ലാ ജീവജാലങ്ങളിലും നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്. ആയാത്തുൽ ഖൗമി യുഖിനൂൻ, ദൃഢബോധ്യമുള്ള ആളുകൾക്ക്. മനോഹരമാണ് ഈ വചനം. നിഷേധിക്കാൻ തീരുമാനമെടുക്കുകയോ സംശയത്തിൻ്റെ നൂലാമാലകൾ തന്നെ അലിഞ്ഞു തിരിയാൻ സ്വയം ഇഷ്ടപ്പെടുകയോ ചെയ്തവരുടെ കാര്യം ഒന്ന് വേറെ തന്നെയാണ്. എന്നാൽ ദൃഢബോധ്യത്തിനു മുമ്പിൽ ഹൃദയം കൊട്ടിയടച്ചിട്ടില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർ സ്വന്തം ജീവിതത്തെക്കുറിച്ച്, അസ്തിത്വ ഘടനയെക്കുറിച്ച്, ഭൂമിയിൽ വ്യാപിച്ചു കിടക്കുന്ന ജന്തുജാലങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ ധാരാളം ദൃഷ്ടാന്തങ്ങൾ അവർക്ക് കാണാൻ കഴിയും. അവ കണ്ടാൽ തന്നെ ഇതെല്ലാം ഏകനായ ഒരു ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്നും അതിൽ യാതൊരു സംശയവും വേണ്ട എന്നും ഏതൊരാൾക്കും സംശയലേശമന്യേ ലളിതമായി മനസ്സിലാക്കാൻ കഴിയും. തുടർന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നു, വഖ്തിലാഫിൽ ലൈലി വന്നഹാരി വമാ അൻസലല്ലാഹു മിനസ് സമാഇ മിൻ റിസ്ഖിൻ ഫഅഹ്യാ ബിഹിൽ അർള ബഅദ മൗതിഹാ വതസ്രീഫി റിയായി ആയാത്തുൽ ലിഖൗമി യഅഖിലൂൻ. വഖ്തിലാഫിൽ ലൈലി, മാറി മാറി വരിക, രാപ്പകൽ ഭേദത്തിൽ. ഹലഫ എന്ന് പറഞ്ഞാൽ പിന്നാലെ വരിക എന്നതാണ്. ഒരു കാര്യം കഴിഞ്ഞ് പിറകെ വരിക, അഥവാ രാവും പകലും മാറി മാറി വരുന്നു. പകൽ, അത് കഴിഞ്ഞ് രാത്രി, അത് കഴിഞ്ഞ് വീണ്ടും പകൽ. ഒമാ അൻസലല്ലാഹു മിനസ് സമാ, അള്ളാഹു മാനത്തുനിന്ന് ഇറക്കിത്തന്നത്. മിൻ റിസ്കിൻ, ആഹാരത്താൽ. ഇവിടെ റിസ്കി എന്നതുകൊണ്ട് ഉദ്ദേശം മഴ എന്നാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നത്. ഫഅഹ്യാ ബിഹിൽ അർള ബഅദ മൗതിഹാ, ഭൂമിയെ അത് മരിച്ച ശേഷം അതുകൊണ്ട് അവൻ ജീവിപ്പിച്ചു. അഥവാ മൃതമായി കിടന്ന ഭൂമിയെ മഴ വഴി അള്ളാഹു സജീവമാക്കി. അപ്പോൾ തസ്രീഫി റിയാ, കാറ്റുകളുടെ തിരിച്ചുമറിക്കലും അത് കറങ്ങിക്കൊണ്ടിരിക്കുന്നതിലും ആയാത്തിൽ ഖൗമി യഅഖിലൂൻ, ബുദ്ധിപൂർവ്വം ഗ്രഹിക്കുന്ന ജനത്തിന് വലിയ ദൃഷ്ടാന്തമുണ്ട്. തിൽക ആയാത്തുല്ലാഹി നത്ലു അലൈഹ, നാം നിനക്ക് ഓതിത്തരുന്ന അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ് ഇവയെല്ലാം. ബിൽ ഹഖ്, സത്യം കൊണ്ട്, അഥവാ യഥാർത്ഥത്തിൽ. ഫബി അയ്യി ഹദീസിൻ, ഇനി മറ്റെന്തൊരു ആഖ്യാനം, എന്തൊരു സംസാരമാണ് വേണ്ടത്. ബഅദല്ലാഹി വ ആയാത്തിഹി യുക്മിനൂൻ, അള്ളാഹുവിലും അവൻ്റെ സൂക്തങ്ങൾക്ക് ശേഷം അവർ വിശ്വസിക്കാൻ. അഥവാ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ യഥാവിധം വിവരിച്ചിരുന്നു. അള്ളാഹുവിനും അവൻ്റെ ദൃഷ്ടാന്തങ്ങൾക്കും ശേഷം മറ്റെന്തു സന്ദേശത്തിലാണ് ഈ ജനം വിശ്വസിക്കുക എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല ചോദിക്കുന്നുണ്ട്. ഇവിടെ രാവും പകലും മാറി മാറി വരുന്നത്, ആകാശത്ത് നിന്ന് മഴ വർഷിക്കുന്നത്, മരിച്ച ഭൂമിയെ മഴയിലൂടെ അള്ളാഹു സജീവമാക്കുന്നത്, വ്യത്യസ്ത രീതിയിൽ കാറ്റുകളെ വരുത്തുന്നത്, എല്ലാം അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ്. രാപ്പകലുകൾ എന്ന് പറയുന്നത് തികച്ചും വ്യവസ്ഥാപിതമായി ഒന്ന് മറ്റേതിന് പിറകെ വരുന്നു എന്നതാണ്. രണ്ടാമത്തേത്, ഒന്ന് പ്രകാശിക്കുമ്പോൾ മറ്റേത് ഇരുളടയുന്നു. മൂന്നാമത്തേത്, ഒരു കാലയളവിൽ പകൽ ക്രമേണയായി കൂടുകയും കുറയുകയും ചെയ്യുന്നു. രാവും പകലും തുല്യമാകുന്ന ദിനങ്ങളുണ്ട്. രാവ് കൂടുതലും പകൽ കുറവാകുന്ന സന്ദർഭങ്ങളുണ്ട്. കാറ്റുകളുടെ കറക്കം കൊണ്ട് ഉദ്ദേശം വ്യത്യസ്ത കാലങ്ങളിൽ ഭൂമിയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ വ്യത്യസ്ത രീതിയിലുണ്ടാകുന്ന വായു ചലനമാണ്. ചെറിയ കാറ്റ്, ഊഷരമായ കാറ്റ്, കൊടുങ്കാറ്റ്, പ്രളയം തുടങ്ങിയവയൊക്കെ ഇതിലൂടെ സംഭവിക്കുന്നു. കാറ്റിൻ്റെ സ്വാധീനം മഴയെ കൃത്യമായി അള്ളാഹു സുബ്ഹാനഹു തആല മനുഷ്യന് നൽകുന്നുണ്ട്. ഇപ്പോൾ മഴ, കാറ്റ്, ഇതൊക്കെ ഓരോ സാഹചര്യങ്ങൾക്കും അനുഗുണമായ രീതിയിലാണ് അള്ളാഹു സുബ്ഹാനഹു തആല സംവിധാനിച്ചത്. ഇതെല്ലാം നിങ്ങൾക്ക് നൽകിയതിന് ശേഷം മറ്റെന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട്. അള്ളാഹുവിനെ നിഷേധിക്കുന്ന അവിശ്വാസികളായ ആളുകൾക്ക് മുമ്പിൽ പ്രപഞ്ചത്തിൻ്റെ കൃത്യമായ ദൃഷ്ടാന്തങ്ങളെ അള്ളാഹു ബോധ്യപ്പെടുത്തുന്നു. ഖുർആനിക സൂക്തങ്ങളെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.